ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് മോമോസും അതിൻ്റെ കൂടെ കിട്ടുന്ന ചുമന്ന ചട്നിയില്ല അതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മോമോസ് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ മോമോസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മൈദപ്പൊടിയിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ കുഴച്ചിട്ടെടുക്കുന്നത് പച്ചവെള്ളത്തിലാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചിട്ടെടുക്കുമ്പോൾ കയ്യിലാകെ അങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് ഈ ഒരു മാവ് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ, അതിൽ കൂടുതൽ ഒന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയിട്ടെടുക്കാം. ഫില്ലിങ്ങിനായിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തത് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കത്തി കൊണ്ടൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം, നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി ഒരു കപ്പ് കാബേജ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3/4 ഭാഗം പച്ചമുളക് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു പച്ചമുളക് എടുത്താൽ മതി. അപ്പോൾ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മൾ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലാണ് മോമോസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് അതിങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എല്ലില്ലാത്തത് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. എന്നിട്ട് അത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ശരിക്കും പറഞ്ഞാൽ മോമോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് എടുക്കില്ല, പച്ചയായിട്ടുള്ള ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറ്. നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കുക, പച്ചയായിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് മിക്സി ജാറിലിട്ട് ക്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. എനിക്ക് പക്ഷേ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു ചിക്കൻ ഇങ്ങനെ വെന്ത് കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ 10 മിനിറ്റ് ആയപ്പോഴേക്കും ഈ ഒരു മാവ് ഇതേ നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം പരത്തിയിട്ട് എടുക്കുമ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു കനത്തിൽ വേണം കേട്ടോ അത് പരത്തിയിട്ട് എടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ പരത്തി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊരു മൂടിയോ അതല്ലെങ്കിൽ കട്ടറോ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കുറച്ച് പൊടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി തിന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു മോമോസിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഫില്ലിങ് എടുത്തിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അതിൻ്റെ സൈഡ് ഭാഗം. ഞാനിപ്പോൾ എനിക്കറിയണ പോലെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നല്ല ഭംഗിയിലൊക്കെ ചെയ്യാൻ അറിയെങ്കിൽ അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്, ഓരോന്നിൻ്റെ മേലും ഓരോന്നായിട്ട്. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കവറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ടൊന്ന് തിരിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മോമോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ആ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മോമോസ് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിംഗ് ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ്. പിന്നെ ചിക്കനൊക്കെ നമ്മൾ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൈദ മാത്രം ഒന്ന് വേവാനുള്ള ആ ഒരു സമയം മതി. അപ്പോൾ 10 മിനിറ്റോട് തന്നെ നമുക്ക് ഈ ഒരു മോമോസ് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷമേ മോമോസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം.
ഇനി നമുക്കിതിൻ്റെ ചട്നി റെഡിയാക്കിയിട്ട് എടുക്കാം. മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കാം. ഇതിലേക്ക് 2 വലിയ തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 3/4 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറില്ല ഇത് കാണാനായിട്ട്. ഈ ഒരു മോമോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി. അപ്പോൾ നമ്മുടെ ചിക്കൻ മോമോസും ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചിക്കൻ കഴിക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെജ് മാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.